ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തിരുവചനം ശ്രവിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യം. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവ് കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവർ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇതറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തിത്തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ വചനം പഠിപ്പിക്കുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടവരാണ്. ജാഗരൂകരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിനെന്ന് പല ആവർത്തി തിരുവചനത്തിലൂടെ യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനത്തിൻ്റെ ചേർന്ന് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 25:13 ഈശോ പറയുകയാണ്, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഏത് നിമിഷവും ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത നാളിൽ ഒരു പാമ്പ് പിടുത്തക്കാരൻ അവന് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഒരു പാമ്പിനെ പിടിച്ചു. പാമ്പിനെ പിടിച്ചു കഴിഞ്ഞ് പാമ്പിനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഒത്തിരി ആൾക്കാർ അവിടെ ഓടിക്കൂടി. ചിലരൊക്കെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി. ഈ പാമ്പിനെ പിടിച്ചിരിക്കുന്ന ഈ മനുഷ്യന് തൻ്റെ കയ്യിൽ പാമ്പുണ്ട് എന്നുള്ള ആ ജാഗ്രതയും അതിലുള്ള ആ ശ്രദ്ധയും മാറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. കാരണം ഈ ആൾക്കാർ കൂടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാമറയിൽ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹം അറിയാതെ അതിലോട്ട് ശ്രദ്ധ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാഗ്രത നഷ്ടപ്പെട്ടു. പെട്ടെന്ന് കയ്യിലിരുന്ന പാമ്പ് അദ്ദേഹത്തെ കൊത്തുവാനായിട്ടിടയായി. ജാഗ്രതയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അപകടങ്ങളാണിത്. മറ്റൊരു സംഭവം, മദ്യപാനത്തിന് അടിമയായ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമുണ്ടായി. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഒത്തിരി പരിശോധിച്ചു, മരുന്നൊക്കെ കൊടുത്തു. മരുന്ന് കൊടുത്ത് രോഗം കുറഞ്ഞു വന്നു. ആ രോഗത്തിൻ്റെ തീവ്രതയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരൊരു നിർദ്ദേശം കൊടുത്തു, എപ്പോഴും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം, ഇനി മദ്യപിക്കരുത്. ഏതെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ മദ്യപിക്കാനായിട്ടുള്ള സാഹചര്യം വന്നാലും മദ്യപിക്കരുത്. കാരണം മദ്യത്തോട് ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം, ഒരിക്കലും മദ്യപാനം തുടരുത്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ ആദ്യമൊക്കെ ഇത് വലിയ ശ്രദ്ധയോടെ ജാഗ്രതയോടെ സൂക്ഷിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് മറന്നുപോയി. കാരണം ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്, ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ചെറിയൊരു ഇത് എപ്പോഴും ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി മദ്യപിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇദ്ദേഹം വിചാരിച്ചു ഒരു കുഴപ്പമില്ല. ഇനി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു തനിക്കിനി ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്ന്. അദ്ദേഹം പഴയതുപോലെ കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അപ്രതീക്ഷിതമായ തലത്തിൽ മരണം അദ്ദേഹത്തെ പിടിച്ചു. ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വഭാവവും ജാഗ്രതയുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ജാഗ്രതയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ ജീവിതങ്ങളെ ഒക്കെ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ദൈവം നോക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വചനമെന്ന് വായിച്ചാൽ മതിയാകും. കാരണം സോളമൻ രാജാവ് ദൈവത്തിന് വേണ്ടി മനോഹരമായൊരു ദേവാലയം പണികഴിപ്പിച്ചതിന് ശേഷം ആ ദേവാലയം ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. ദേവാലയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് ആ ദേവാലയത്തിൽ നിന്ന് സോളമൻ മനോഹരമായൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്.
മനോഹരമായ പ്രാർത്ഥന. ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം ആ രാത്രിയിൽ സോളമോന് പ്രത്യക്ഷപ്പെടുന്നു. രാത്രിയിൽ ദൈവം സോളമോന് പ്രത്യക്ഷപ്പെട്ടിട്ട് സോളമോനോട് ഇപ്രകാരം പറയുകയാണ്, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദൈവത്തിൻ്റെ ജാഗ്രത. ഇവിടെ നിന്ന്, ഈ ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ കണ്ണും കാതും ജാഗരൂകമായി കൊണ്ടുപോകാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ഒരു ജാഗ്രത വേണം. കാരണം നമുക്കറിയാം, രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ അവർ ജാഗ്രതയോടെയാണ് ആ രാജ്യത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് ജാഗ്രതയോടെ, ഏതു നിമിഷവും ശത്രു തങ്ങളെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഗൃഹനാഥൻ ഉണർന്നിരുന്ന് കാത്തിരിക്കുന്നത് പോലെ ഉള്ളൊരു ജാഗ്രത. പ്രിയമുള്ളവരെ, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. ഒന്നാമത് വചനം പഠിപ്പിക്കുകയാണ്, കൽപ്പനകൾ പാലിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം, കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുവാനും. കാരണം നമ്മൾക്ക് നന്മയുണ്ടാകുവാനായിട്ട് കൽപ്പനകൾ ജാഗ്രതയോടെ പാലിക്കണം. ദൈവം നമുക്ക് നൽകിയ കൽപ്പനകൾ ജാഗ്രതയോടെ പാലിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 17-ാം വാക്യത്തിൽ, ജാഗ്രതയോടെ ആ കൽപ്പന പാലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സോദോം ഗോമോറയുടെ മ്ലേച്ഛതകൾ, പാപങ്ങൾ കണ്ട് ദൈവം ആ ദേശത്തെ നശിപ്പിക്കാനായിട്ട് തീരുമാനമായി. ദൈവദൂതന്മാരിലൂടെ ദൈവം ഇത് വളരെ വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് ലോത്തിനോട് പറഞ്ഞു, നീ പെട്ടെന്ന് ഈ ഗ്രാമം വിട്ട് പെട്ടെന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുക, തിരിഞ്ഞു നോക്കാനേ പാടില്ല. ലോത്തിൻ്റെ ഭാര്യയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പട്ടണത്തിലേക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ പാടില്ല, മുന്നോട്ട് നോക്കിയാണ് ഓടേണ്ടത്. ദൈവം കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു. പക്ഷേ പുറമേ നിന്ന് കേൾക്കുന്ന ശബ്ദവും ബഹളവും കോലാഹലവും ഒക്കെ കേട്ടപ്പോൾ ലോത്തിൻ്റെ ഭാര്യ ഈ ദൈവം നൽകിയ കൽപ്പന അതിലുള്ള ജാഗ്രത വിട്ടുപോയി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പ്രിയമുള്ളവരെ, ആ നിമിഷത്തിൽ തന്നെ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കൽപ്പനകളിൽ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ ഇതുപോലുള്ള തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വചനം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, വചനം പഠിക്കുന്നതിലും സംസാരിക്കുന്നതിലും ജാഗ്രത വേണം. ഒന്നാമത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ജാഗ്രത വേണം. രണ്ടാമത്, വചനം പഠിക്കുന്നതിലും സംസാരിക്കുന്നതിലും ജാഗ്രത വേണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ, ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. എത്ര പേര് ഈ ഒരു കൽപ്പന, ഈ ഒരു വചനത്തോടുള്ള ജാഗ്രത പുലർത്തുന്നുണ്ട്? നമ്മൾ മക്കളെയൊക്കെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ വിജ്ഞാനങ്ങൾ, ഈ കമ്പ്യൂട്ടറും മറ്റുള്ള ഇൻ്റർനെറ്റും എല്ലാം വിവര സാങ്കേതിക കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദൈവവചനം പഠിപ്പിക്കുവാനും അത് സംസാരിക്കുവാനും നമ്മൾ എത്ര ജാഗരൂകത കാണിക്കുന്നുണ്ട്? ദൈവവചനത്തോടുള്ള ആ ദൈവവചനം പഠിക്കുന്നതിലും അത് സംസാരിക്കുന്നതിലും നമുക്ക് ജാഗരൂകത കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. മൂന്നാമത് വചനം പഠിപ്പിക്കുകയാണ്, സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകത ഉണ്ടാകണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കുവാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒരു ജാഗ്രത. കാരണം മടുപ്പില്ലാതെ ജാഗ്രതയോടെ സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. ജാഗരൂകത, ജീവിതത്തിൽ ഓരോ നിമിഷവും ജാഗരൂകത പുലർത്തുവാനായിട്ട് വചനം ആവശ്യപ്പെടുകയാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമുക്ക് ജാഗരൂകതയുണ്ടാകണം. ദാവീദിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് ജാഗരൂകതയായിട്ട് ജീവിച്ചപ്പോൾ സാവൂളിൻ്റെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. കാരണം സാവൂൾ തന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പല പ്രാവശ്യം അത് ജാഗരൂകതയോടെ ഓരോ നിമിഷവും അതനുസരിച്ചാണ് ദാവീദ് നീങ്ങിക്കൊണ്ടിരുന്നത്.
അതുകൊണ്ടെന്താണ്, സാവൂളിൻ്റെ ആ കുടില തന്ത്രങ്ങളിൽ, സാവൂളിൻ്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദാവീദിന് സാധിച്ചു. എന്നാൽ ഈ ജാഗരൂകത ഊറിയായോടും ബത്ശബയോടും കാണിക്കാനായിട്ട് ദാവീദ് പരാജയപ്പെട്ടു. കാരണം ഈ ജാഗരൂകത, സൽപ്രവർത്തികൾ ചെയ്യുന്നതിലുള്ള ജാഗരൂകത ദാവീദ് നഷ്ടപ്പെടുകയാണ്. കാരണം തനിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഊറിയ, അവനോട് സൽപ്രവൃത്തിയുടെ രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം എന്താണ്, ബത്ശബയെ സ്വന്തമാക്കാനായിട്ട് തിന്മ പ്രവൃത്തി ചെയ്യുകയാണ്. ഊറിയായ യുദ്ധത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവിടാനും അവനെ വധിച്ചിട്ട് ബത്ശബയെ സ്വന്തമാക്കാനും ദാവീദ് ഇടയായി. ജാഗരൂകത നഷ്ടപ്പെട്ടുപോയി. സൽപ്രവൃത്തികൾ ചെയ്യേണ്ട സമയത്ത് ജാഗരൂകത ദാവീദിന് നഷ്ടപ്പെട്ടപ്പോൾ ദാവീദിന് ഉണ്ടാകുന്ന നഷ്ടം, തകർച്ച, വേദന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഊറിയായുടെ കാര്യത്തിലും ബത്ശബയുടെ കാര്യത്തിലും ദൈവപ്രമാണങ്ങളോടുള്ള പുലർത്തേണ്ട ജാഗ്രത ദാവീദിന് നഷ്ടമായി. വീണ്ടും നമ്മൾ തിരുവചനം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. ജാഗരൂകത, പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു ജാഗരൂകത ഉണ്ടാകണം. വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരമാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. പ്രാർത്ഥനയിൽ ജാഗരൂകതയോടെ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. പ്രാർത്ഥനയിൽ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവവുമായി ഒന്നാകുവാനുമുള്ള ഒരു ജാഗരൂകത, ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ദൈവത്തിൻ്റെ ഇടപെടലും അനുഗ്രഹവും ഉണ്ടാകും. 5-ാമത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, തെറ്റിലകപ്പെട്ടവരെ സൗമ്യതയോടെ വീണ്ടെടുക്കുവാനും പ്രലോഭിതരാകാതിരിക്കുവാനും ജാഗരൂകരായിരിക്കണം. തെറ്റിലകപ്പെട്ടവരെ സൗമ്യതയോടെ വീണ്ടെടുക്കുവാനും പ്രലോഭനത്തിൽ അടിമപ്പെടാതിരിക്കുവാനും ജാഗരൂകരായിരിക്കണം. സഹോദരരെ, ഒരുവൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാനും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. വചനം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. ആരെങ്കിലും തെറ്റിലകപ്പെടുകയാണെങ്കിൽ അവിടെയോടൊരു ജാഗ്രത ഉണ്ടാകണം. ആ തെറ്റ് തിരുത്തി അവരെ നേടണം. അതല്ലാതെ കുഴപ്പമില്ല, അവർ കുറച്ച് ഇങ്ങനെ പോട്ടെ. ഓരോ തെറ്റുകൾ കാണുമ്പോൾ അത് അവയോട് ജാഗ്രത പുലർത്തി അവയെ നേടാതെ അത് അവഗണിച്ച് പോയാൽ നമ്മൾ പ്രലോഭനങ്ങളിൽ നമ്മളും അടിമപ്പെടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം പരാജയത്തിൽ ചെന്ന് വീഴും. 6-ാമത് വചനം പഠിപ്പിക്കുകയാണ്, നമ്മെയും അജഗണം മുഴുവനെയും പറ്റി ജാഗരൂകരായിരിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മെയും അജഗണത്തെ മുഴുവനും. കാരണം എന്താണ്, കർത്താവായ യേശു രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയെ ഭരിക്കുവാനും അവയെ നയിക്കുവാനുമൊക്കെ വിളിക്കപ്പെട്ടവരുണ്ട്. സഭയിൽ അംഗമാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരുണ്ട്. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് സഭയിൽ അംഗമായി കഴിഞ്ഞാൽ ഒരുവൻ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അജഗണത്തെ നോക്കണം, കൂടെയുള്ളവരെ നോക്കണം. അതുകൊണ്ട് ആ വചനം അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 28, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞില്ല, അതിർത്തി കാക്കുന്ന, അതിർത്തിയിൽ സേവനം ചെയ്യുന്ന പട്ടാളക്കാർ ആ രാജ്യം സംരക്ഷിക്കുവാനായിട്ട് എത്രമാത്രം ജാഗ്രതയോടെ അതിന് ത്യാഗം സഹിക്കുന്നു. ഇതുപോലെ സഭയെ, പരിശുദ്ധ സഭയെ, യേശു തൻ്റെ തിരുരക്തം കൊണ്ട് നേടിയെടുത്ത സഭയെയും വിശ്വാസികളെയും സംരക്ഷിക്കുവാൻ ജാഗ്രത പുലർത്താനായിട്ട് കഴിയണം. സഭയെ തകർക്കുന്ന തെറ്റായ പാഷണ്ഡതകൾ, തെറ്റായ ലോകത്തിൻ്റെതായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ സഭയുടെ മക്കളെ വഴിതെറ്റിക്കുവാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അത് തിരുത്തി മാറ്റുവാനായിട്ട് ആ ബോധ്യങ്ങൾ ശരിയായ ബോധ്യങ്ങൾ കൊടുക്കുവാനായിട്ടുള്ള ജാഗ്രത ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, 7-ാമത്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ലൂക്കയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 15 പറയുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ അത്യാഗ്രഹങ്ങളിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവയോട് ജാഗ്രത ഇല്ലാതെ, നമ്മൾ അത്യാഗ്രഹ മനോഭാവത്തോട് ജാഗ്രത പുലർത്താതിരുന്നാൽ നമ്മൾ തെറ്റായ അവസ്ഥകളിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് ഏസാവിൻ്റെ ജീവിതത്തിൽ. ഏസാവ് എന്താണ്, പായസം കണ്ടപ്പോൾ അവൻ്റെ കടിഞ്ഞൂൽ പുത്ര അവകാശം മറന്നുപോയി. അത് മറന്നിട്ട് അവൻ പായസത്തിന് വേണ്ടി അതിന് ആർത്തി മൂത്തു. അത്യാഗ്രഹം, ആ പായസം കിട്ടിയാൽ കൊള്ളാമെന്ന്.
വിശപ്പ് സഹിച്ചാലും കടിഞ്ഞൂൽ പുത്ര അവകാശം കുറിച്ച് അതിലുള്ള ഒരു ജാഗ്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏസാവിന് വളരെ നഷ്ടം വരികയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആഹാബ് രാജാവിനും അത്യാഗ്രഹമായിരുന്നു. ലഭിച്ച മുന്തിരിത്തോട്ടങ്ങളും ലഭിച്ച വസ്തുവകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിന് ഈ അത്യാഗ്രഹത്തോട് ഒരു ജാഗ്രത പുലർത്തി അത്യാഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതിന് പകരം അത്യാഗ്രഹത്തോടുള്ള ജാഗ്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ അത്യാഗ്രഹ തിന്മയിൽ ജാഗ്രത പുലർത്തി അതിൽ നിന്ന് മാറി നടക്കാതെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നേടാനായിട്ട് വളഞ്ഞ വഴികളെടുത്തു. അവസാനം ആഹാബ് രാജാവിന് എന്താണ് സംഭവിക്കുന്നത്? രാജ്യം നഷ്ടപ്പെടുന്നു, പട്ടിയെപ്പോലെ തെരുവിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥ. അപ്പോൾ അത്യാഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി ഓടി ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ ഇതുപോലെ തകർച്ചകളുണ്ടാകും, ഇതുപോലെ നഷ്ടങ്ങളുണ്ടാകുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അനന്തരം യേശു അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ. എട്ടാമത് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് ശാസിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ജാഗ്രത പുലർത്തണം. ശാസിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ജാഗ്രത പുലർത്തണം. ലൂക്കയുടെ സുവിശേഷത്തിലെ 17-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുകയും പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. പ്രിയമുള്ളവരെ, മാതാപിതാക്കളും അധികാരികളും ഈ ഒരു ജാഗ്രത പുലർത്തണം. ശാസിക്കുന്നതിലും ക്ഷമിക്കുന്നതിലുമുള്ള ഒരു ജാഗരൂകത. മാതാപിതാക്കൾ, സഭാ അധികാരികൾ അല്ലെങ്കിൽ നേതൃത്വ നിരയിൽ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ഈ ശാസിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ജാഗരൂകത ഇല്ലാതെ പോയാൽ അതുമൂലം നഷ്ടങ്ങളുണ്ടാകും, അതുമൂലം തകർച്ചകളുണ്ടാകും, അതുമൂലം വിശ്വാസ തകർച്ചകളിലേക്ക് വ്യക്തികൾ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ, അധികാരികൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന മനോഭാവം പാടില്ല. മദ്യത്തോടും മയക്കുമരുന്നിനോടും അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെയൊക്കെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി ഈ തിന്മകളുടെ മുന്നിൽ മൗനം പാലിക്കാൻ പാടില്ല. അത് തെറ്റാണെന്ന് ശാസിക്കാനായിട്ട് കഴിയണം മക്കളോട്. അതുപോലെ തന്നെ ക്ഷമിക്കാനും കഴിയണം. ക്ഷമിക്കുന്നതിലും ജാഗരൂകത പുലർത്തണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും 9-ാമത്, ഹൃദയത്തെ ജാഗരൂകതയോടെ സൂക്ഷിക്കുക. 9-ാമത്തെ ജാഗ്രത എന്ന് പറയുന്നത് ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്ന് പറയുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, ഹൃദയത്തിലെ മനോഭാവങ്ങൾ, ഇതെല്ലാം ജാഗരൂകതയോടെ അത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് കഴിയണം. അതല്ലാതെ ഹൃദയം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും കയറൂരി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവജലം നഷ്ടപ്പെടും, ജീവജലത്തിൻ്റെ അരുവികൾ നഷ്ടപ്പെടും. അത് പകരം മരണത്തിൻ്റെ അരുവികൾ, മരണത്തിൻ്റെ തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടും. അപ്പോൾ ഹൃദയത്തിലെ ചിന്തകളോട് ജാഗരൂകത സൂക്ഷിക്കണം. 10-ാമത്തെ കാര്യം പറയുന്നത്, പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരോട് ജാഗരൂകത ഉണ്ടാകണം. കാരണം ഏത് നിമിഷവും നമ്മൾ ജാഗരൂകതയോടെ കൂട്ടായ്മകളിൽ വ്യാപരിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-17 പറയുന്നുണ്ട്, സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അവരെ നിരാകരിക്കും. ജാഗരൂകതയോടെ. കാരണം ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ, കുടുംബത്തിൽ പിളർപ്പുകൾ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിൽ പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ജാഗരൂകതയോടെ അത് കണ്ടുപിടിച്ച് അത് തിരുത്തുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. അതിനോടൊക്കെ ഒരു അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്നുള്ള മനോഭാവം, ജാഗ്രത നഷ്ടപ്പെടുന്ന രീതിയിൽ അലസതരായിട്ട് മാറിയാൽ അവിടെ പരാജയങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരും. 11-ാമത് പറയുകയാണ്, സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ നഷ്ടമാക്കാതിരിക്കുവാൻ ജാഗരൂകരായിരിക്കുവിൻ. സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ നഷ്ടമാകാതിരിക്കുവാൻ ജാഗരൂകരായിരിക്കുവിൻ. കാരണം നമുക്ക് ലഭിച്ച ഒരു വിശ്വാസം, നമുക്ക് ലഭിച്ച ജീവിത അനുഭവങ്ങൾ, അത് കഷ്ടപ്പെട്ട് അനേകരുണ്ട്. നമുക്ക് മുൻപേ സുവിശേഷത്തിൻ്റെ വയലിൽ വേല ചെയ്ത് കഷ്ടപ്പെട്ട് ഈ ഫലങ്ങൾ ലോകത്തിന് നൽകുവാനായിട്ട് കഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ വിസ്മരിച്ച് ലോകം ഇപ്പോൾ വേറെ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു സുഖങ്ങളിൽ നമ്മൾ വീഴാനായിട്ട് പാടില്ല. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ച്, ത്യാഗം സഹിച്ച്, ജീവൻ കൊടുത്ത് സുവിശേഷ മൂല്യങ്ങൾ നമുക്ക് പകർന്നു തന്ന ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ആ ഫലങ്ങൾക്ക് യോജിച്ച ജീവിതം നയിക്കണം. അതല്ലാതെ സുവിശേഷ മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി ഈ ലോകത്തിൽ ഏതെങ്കിലുമൊക്കെ ചില ആശയങ്ങൾ രൂപപ്പെടുമ്പോൾ
പലതരത്തിലുള്ള ടെക്നിക്കുകൾ കടന്നു വരുമ്പോൾ അതെല്ലാം കുഴപ്പമില്ല, സാരമില്ല, സുവിശേഷത്തോട് ചേർത്ത് വയ്ക്കാമെന്നുള്ള മനോഭാവത്തോടെ ഈ ടെക്നിക്കുകളെയും ഈ തത്വസംഹിതകളെയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചാൽ, പ്രിയമുള്ളവരെ, ജാഗരൂകത ഈ മേഖലകളിൽ പുലർത്താതെ, അതിനെ തള്ളിക്കളയാതെ ആ ജാഗരൂകതയെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പരാജയങ്ങൾ സംഭവിക്കും. സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ തലമുറയ്ക്ക് നഷ്ടപ്പെടും. സുവിശേഷത്തിൻ്റെ കാരണം ഈ നമ്മളിന്ന് അനുഭവിക്കുന്ന സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് മുൻപേ അധ്വാനിച്ചവരുടെ ഫലങ്ങളാണ്, അല്ലേ? ഈ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അടുത്ത തലമുറ നഷ്ടപ്പെടാൻ പാടില്ല. അടുത്ത തലമുറ നീതിയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കണം. അതിന് സുവിശേഷ മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നതിൽ ജാഗരൂകതയുണ്ടായിരിക്കണം. സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ജാഗരൂകതയോടെ പ്രവർത്തിക്കണം. വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, 2 യോഹന്നാൻ 1:8. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ. സുവിശേഷത്തിനായി അധ്വാനിച്ച് ആത്മാക്കളെ നേടിയ മിഷണറിമാരുടെ ഫലങ്ങൾ അത് നഷ്ടപ്പെടാതെ നമ്മൾ കാസൂക്ഷിക്കണം. അതെ, കാരണം നമുക്ക് മുൻപേ അവർ അധ്വാനിച്ചു. നമുക്ക് മുൻപേ നമുക്കൊരു വിശ്വാസം ദൈവം നൽകി, യേശുവിനെ അറിയുവാൻ, യേശുവിനെ സ്നേഹിക്കുവാൻ. ആ വിശ്വാസ തത്വങ്ങൾ, ചിന്തകളൊക്കെ നമുക്ക് ദൈവം അവർ മിഷണറിമാരെ നൽകി, സുവിശേഷ പ്രഘോഷകരെ നൽകി. പക്ഷേ ഇത് അതുപോലെ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ, നമ്മൾ അതിന് യോജിച്ച രീതിയിൽ ജീവിതം നയിക്കുവാൻ ഒരു ജാഗരൂകത നമ്മളോടുണ്ടായിരിക്കണം. സുവിശേഷ ഫലങ്ങൾ നഷ്ടമാകാൻ പാടില്ല. യേശുവിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ആൾദേവന്മാർ നമ്മുടെ ജീവിതത്തിൽ കയറിപ്പറ്റുവാനായിട്ട് നമ്മൾ അവസരം കൊടുക്കരുത്. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ജാഗരൂകതയോടെ വ്യാപരിക്കുവിൻ. ഏത് നിമിഷമാണ് മനുഷ്യപുത്രൻ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ 2ാം വരവിൽ കടന്നു വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. കള്ളൻ മോഷ്ടിക്കുവാനായിട്ട് വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞാൽ എന്തു ചെയ്യും? ഗൃഹനാഥൻ സൂക്ഷ്മതയോടെ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കും തൻ്റെ ഭവനത്തെ സംരക്ഷിക്കുവാൻ. ദൈവം നമുക്ക് നൽകിയ ജീവൻ ഇത് സംരക്ഷിക്കുവാൻ നമ്മൾ നമ്മുടെ കണ്ണുകളിലും നമ്മുടെ കാതുകളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒരു ജാഗരൂകത ഉണ്ടായിരിക്കണമെന്ന് ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ജാഗ്രത നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ഒന്നാമത്, ദൈവം നൽകിയ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. ദൈവം നൽകിയ വചനം പഠിക്കുന്നതിലും സംസാരിക്കുന്നതിലും ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ ജാഗ്രതയുണ്ടായിരിക്കണം. ദൈവവുമായി ഒന്നിക്കുവാനും ദൈവവുമായി കണ്ടുമുട്ടുവാനും ദൈവാനുഭവത്തിൽ വളരുവാനും പ്രാർത്ഥനയിൽ ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. തെറ്റിലകപ്പെട്ടവരെ സൗമ്യതയോടെ വീണ്ടെടുക്കുവാനും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാനും നമ്മളോട് തന്നെ ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. നമ്മെയും അജഗണം മുഴുവനെയും പറ്റി ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. ഓരോ നിമിഷവും നമ്മെയും അജഗണത്തെ പറ്റിയും ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ടുള്ള ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. തെറ്റുകൾ കാണുമ്പോൾ അത് ശാസിക്കുന്നതിലും ക്ഷമ ചോദിക്കുമ്പോൾ അത് നിരൂപാധികം ക്ഷമിക്കുന്നതിലും ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. വീണ്ടും കാരണം ഹൃദയത്തിൽ നിന്നാണ് തിന്മകൾ പുറമേ വരുന്നത്. ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്നാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും ഹൃദയത്തിലെ ഭാവനകളെയും അത് ശരിയായ രീതിയിൽ ജാഗ്രതയോടെ അത് ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ജാഗ്രത ഉള്ളിലുണ്ടായിരിക്കണം. പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ച് വിവേകത്തോടെ അകറ്റി നിർത്തുവാനായിട്ടുള്ള ഒരു ജാഗ്രതയുണ്ടായിരിക്കണം. സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കുവാനായിട്ട്, ആ മൂല്യങ്ങളിൽ നിലനിൽക്കുവാനായിട്ടുള്ള ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. നമുക്ക് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ ദിനത്തിൽ നീ ഞങ്ങളോട് പഠിപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ജാഗരൂകത പുലർത്തണമെന്നുള്ളതാണല്ലോ. വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും എപ്രകാരം ജാഗരൂകതയോടെ വർത്തിക്കുവാൻ സാധിക്കുമെന്ന് അവിടുന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ ശ്രവിച്ച ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഒരു ജാഗരൂകത നിലനിർത്തി വിശുദ്ധി പ്രാപിക്കുവാനും നിത്യതയിൽ ഞങ്ങളെയും മറ്റുള്ളവരെയും കൊണ്ടെത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ജീവിത വഴികളിൽ യേശുവിനോട് ചേർന്ന് ജാഗ്രത പുലർത്തുവാൻ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.